നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കൊല്ലം ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അന്നേരമാണ് ഈ ഒരു കാഴ്ച നമ്മൾ വീണ്ടും കാണുന്നത്. ഒരു 2 വീഡിയോയ്ക്ക് മുമ്പ് നമ്മൾ മേവറം ഭാഗത്തേക്ക് കാഴ്ചകൾ കാണിച്ചിട്ടുള്ളതായിരുന്നു. അന്നേരവും പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട് വേസ്റ്റ് കൊണ്ടുവന്ന് അടിച്ച് ഇടുന്ന കാര്യം. കുറേയൊക്കെ സ്മെല്ലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കാക്കയും പൂച്ചയും എല്ലാം കൂടെ വന്നിട്ട് ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ആശുപത്രിയിലോട്ടൊക്കെ പോകേണ്ട ആൾക്കാരൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. നമ്മുടെ കുറച്ചും കൂടെ പോകുമ്പോൾ അങ്ങോട്ട് വലത്തേ സൈഡിലായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ 2-3 ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകേണ്ട ആൾക്കാരൊക്കെ ഇതുവഴി പോകേണ്ടതാണ്. അന്നേരം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഈ ഇറച്ചി വേസ്റ്റൊക്കെ ആണെന്ന് തോന്നുന്നു. ഒരുപാട് വാടകയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. കൊല്ലം ബൈപ്പാസിൻ്റെ മേവറം ഭാഗത്തായിട്ട് ഉള്ള സ്ഥലത്തായിട്ടാണ് നമ്മളുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് മേവറം കഴിഞ്ഞ് ലാലാസ് കൺവെൻഷൻ സെൻറ്റർ ഭാഗത്തായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ നമ്മളൊരു 10-13 ദിവസത്തിന് മുമ്പേ ഉള്ള വീഡിയോയ്ക്ക് അത് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം 13 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗത്ത് വീണ്ടും കാണിച്ചു തുടങ്ങിയാണ്. നമ്മൾ കൊല്ലം ജില്ലയിലെ കൊല്ലം ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ശിവാലയ കമ്പനി കരാറേറ്റെടുത്തിരിക്കുന്ന റീച്ചാണ്. അപ്പം പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു വർഷത്തെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 13 ദിവസത്തിന് മുമ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ളതല്ലായിരുന്നു. കല്ലുംതാഴം ഭാഗത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന് എടുത്തതാണ്. അന്നേരം ഈ ഒരു ഭാഗത്തൂടെ വന്ന് എടുത്തതാണ്. പകുതിയോളം ഭാഗമാണ് കാണിച്ചത്. കൊല്ലം ബൈപ്പാസിൻ്റെ കല്ലുംതാഴം വരെയുള്ള കാഴ്ചകളാണ് കാണിച്ചത്. കല്ലുംതാഴം കഴിഞ്ഞേച്ച് പിന്നെ നേരെ നമ്മൾ മങ്ങാട് ബ്രിഡ്ജ്, കടവൂർ ഭാഗം, നീരാവിൽ പാലം, പിന്നെ കുരീപ്പുഴ, കാവനാട് ഭാഗത്തൊന്നും കാഴ്ചകൾ കാണിച്ചിട്ട് കുറേ നാളായി. അപ്പം അത് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ലാലാസ് കൺവെൻഷൻ സെൻറ്ററൊക്കെ കഴിഞ്ഞ് നേരെ പാലത്തറ ജംഗ്ഷൻ ഭാഗത്തേക്ക് കാഴ്ചകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തെ കാഴ്ചയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തെ പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗം 2 സൈഡിലും ടാറിങ് വർക്കുകൾ കഴിഞ്ഞു. ലൈൻ മാർക്കിംഗ് ഒരു സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈൻ മാർക്കിംഗ് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇതാണ്ട് ഇപ്പം കാലിയായി കിടക്കുന്ന ഭാഗത്തായിട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്ത് തീർക്കാനായിട്ട് ബാക്കിയുണ്ട്. ഇപ്പം സ്പീഡിലായിട്ട് തന്നെയാണ് ശിവാലയുടെ പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം കടവൂർ ഭാഗത്ത് പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അവിടെ പിന്നെ ഒരു വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വരാൻ പോകുന്നത്. ഇപ്പം മൈലക്കാട് ഭാഗത്തായിട്ട് ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ ഭാഗത്തായിട്ട് അവിടെ ഇപ്പോൾ 2 പൈൽ ഡ്രില്ലിംഗ് മെഷീൻ ആ ഒരു ഭാഗത്തായിട്ട് പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള ഭാഗം കാണിച്ചപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തി കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് തോന്നിക്കുന്ന ആ ഒരു പൈലിംഗ് ഡ്രില്ലിംഗ് മെഷീൻ പിന്നെ കടവൂർ ഭാഗത്തോട്ട് പോയി പിന്നെ പണി ആരംഭിക്കാൻ പോകുമെന്നാണെന്ന് തോന്നുന്നു. നമ്മൾ പാലത്തറ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പാലത്തറ കഴിഞ്ഞിട്ട് ഇനി നേരെ വരുന്നത് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ആയത്തിൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം കൊല്ലം ആയൂർ റോഡ് കടന്നു പോകുന്ന ആയത്തിൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ ആയത്തിൽ ജംഗ്ഷൻ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിപ്പം പൂർണ്ണമായിട്ടും ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ബോർഡുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡിലുമായിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ടയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് വൃത്തിയാക്കേണ്ടതൊക്കെ പണികൾ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് താണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ ഒരു കൾവർട്ട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാച്ച് വർക്ക് പോലെ എന്തൊക്കെയോ പരിപാടികൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇടയ്ക്കായിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ആയത്തിൽ ജംഗ്ഷൻ ഭാഗത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പണികളൊക്കെ ഏകദേശം ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ കാണിച്ചപ്പം ലൈൻ മാർക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ വണ്ടികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ചിലവർ ഇതുവഴി റോഡിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു വഴി കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ബൈപ്പാസിൽ കൂടെ വന്നിട്ട് ബൈ റൂട്ട് കയറിയിട്ട് പിന്നെ നമ്മൾ അവിടെ പാൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്ത് വന്ന് കയറിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ സർവീസ് റോഡ് കൂടിയാണ് ഇങ്ങോട്ട് വന്നത്, മേവറം ഭാഗത്തോട്ട് വന്നത്. അപ്പോൾ ചില വാഹനങ്ങൾ ഈ ആയത്തിൽ ജംഗ്ഷനിൽ ഈ പണി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടി പോകുന്നുണ്ട്. അപ്പം നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ 2-3 ദിവസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു കൊട്ടിയം ഭാഗത്തായിട്ട് നിർത്തിയിട്ടിരുന്ന ഒരു ലോറിക്ക് പുറകിന് കൊണ്ടുവന്ന് കാറ് കൊണ്ടിട്ട് ഇടിച്ചിട്ട് 2 പിള്ളേർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം പണിയെങ്ങും ഫിനിഷായിട്ടില്ല. അപ്പം എല്ലാം പഴയ പോലൊക്കെ തന്നെയാണ്. പലരും തോന്നിയ പോലൊക്കെ തന്നെയാണ് വാഹനങ്ങൾ ഇപ്പം കഴിഞ്ഞ ഭാഗത്തുകൂടിയൊക്കെ കടന്നു പോകുന്നത്. വർക്കൊക്കെ കഴിഞ്ഞ ഭാഗത്തുകൂടിയൊക്കെ പോകുന്നത് തോന്നിയ പോലൊക്കെ തന്നെയാണ് പോകുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞ് ക്ലാസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാവരും കണക്കാണ്.
അപ്പോൾ നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് വെച്ചാൽ നേരെ പാൽക്കുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത്. പാൽക്കുളങ്ങര ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട്, അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം പിന്നെ നേരെ അങ്ങോട്ട് പിന്നെ കല്ലുംതാഴം ഭാഗത്തായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പിന്നെ കല്ലുംതാഴം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തെ പണികൾ, അങ്ങനെ പ്രധാനപ്പെട്ട പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ അവർ മണ്ണിട്ട് ഫില്ല് ചെയ്ത് നിറച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് നമുക്കിപ്പം പുതിയതായിട്ട് നമുക്ക് കാണുമ്പം അവിടെ ടാർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ലൈൻ മാർക്കിങ്ങും പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ടാർ ചെയ്ത് കഴിഞ്ഞ ഭാഗത്തായിട്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. വലത്തേ സൈഡിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ബോർഡ് പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിങ്ങി പോയി തിരിച്ചു വരുമ്പോഴേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴേ ഇനി കാണാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ കല്ലുംതാഴം ഭാഗത്തെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. പഴയ പോലൊക്കെ തന്നെയാണ്. എനിക്ക് വന്നിരിക്കുന്നത് കുറേ കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കായംകുളം വരെ ട്രെയിനകത്ത് പോയപ്പോൾ എടുത്തൊരു ദൃശ്യമാണ്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം അതുകൊണ്ട് ഇതേപോലെയാണ് അവർ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കല്ലുംതാഴം റെയിൽവേ ഓവർ ബ്രിഡ്ജിലെ ആ ഒരു ആർച്ച് ബ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ്. ട്രെയിനകത്തിരുന്നുകൊണ്ട് എടുത്തതാണ് ഈ ഒരു കാഴ്ചകൾ. ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഹൈഡ്രോളിക് ജാക്കിക്കകത്ത് ഇനി ഇറക്കി മാറ്റി ഇനി അത് താത്തു വെക്കേണ്ട പണികളൊക്കെയാണ് ഇനി വരാനുള്ളത്. അതിനി കുറച്ച് ദിവസം കൂടെ എടുക്കും. ഇപ്പോഴും അതിങ്ങനെ ഹൈഡ്രോളിക് ജാക്കിക്കകത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ തിരിഞ്ഞിപ്പം ഒന്ന് ചുറ്റിക്കറങ്ങി നേരെ ഇനി കല്ലുംതാഴം ഭാഗത്തെ അണ്ടർപാസിൻ്റെ അടുത്ത് നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ തിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി കയറാൻ പറ്റത്തില്ല. ഒന്ന് കറങ്ങിയിട്ടൊക്കെയാണ് ഈ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ആ ഒരു പുതിയതായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ ആ മുകളിലായിട്ട് കമ്പിയൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പണികളൊക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ മങ്ങാട് കടവൂർ ഭാഗത്തോട്ട് പോവാം. കല്ലുംതാഴം അണ്ടർപാസിൻ്റെ സൗത്ത് ഭാഗത്തായിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു മണ്ണ് കൊണ്ടുവരുന്നത് കടവൂർ ഭാഗത്തായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു അപ്രോച്ച് റോഡ് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തായിട്ടുള്ള ഒരു പാതയുടെ രണ്ട് സൈഡിലും താഴ്ചയിലുള്ള സർവീസ് റോഡിൻ്റെ രണ്ടാമത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ ഇനി പുരോഗമിക്കാനുണ്ട്. അപ്പോൾ വലത്തേ സൈഡിൽ അവിടെ സർവീസ് റോഡ് ഇച്ചിരി കുളമായി കിടക്കുകയാണ്. ഇടത്തേ സൈഡിൽ സർവീസ് റോഡ് രണ്ടാമത്തെ ലെയർ ടാർ ചെയ്യാനുണ്ടെങ്കിലും അത്രയും വലിയ കുഴപ്പമില്ല. വലത്തേ സൈഡിലാകെ കുളമായിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് വലത്തേ സൈഡിലായിട്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പും ആ ഒരു ഭാഗത്തായിട്ട് കല്ലുംതാഴം ഭാഗത്തായിട്ടുണ്ട്, അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുന്നതിന് മുമ്പായിട്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പം മങ്ങാട് ബസ് സ്റ്റോപ്പിന് വേണ്ടിയിട്ടും വലത്തേ സൈഡിലായിട്ട് അവർ ബസ്സിൻ്റെ ആ സ്റ്റോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ് അവിടെ അടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ ഈ ഒരു ഇറക്കം ഇറങ്ങി വരുമ്പം നമുക്കിപ്പം ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് പോൾ ബാരിയർ, അതായത് ആ ഒരു ഓറഞ്ച് നിറത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുറ്റി പോലത്തെ സാധനം ഇവിടെ അടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്കിവിടെ എക്സിറ്റ് ആണുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തേ സൈഡിൽ കാണുന്നത് എക്സിറ്റാണ്, എൻട്രി അല്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓറഞ്ച് നിറത്തിലായിട്ടുള്ള പോൾ ബാരിയർ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ പിന്നെ രണ്ട് സൈഡിലും ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിലും ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം പണിയൊക്കെ പുരോഗമിച്ച് കിടക്കുകയാണ്. ഇനി സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തിക്കേണ്ട പണികളാണ് വരാനുള്ളത്. വേറെ വലിയ പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. നമ്മൾ നേരെ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. നമ്മുടെ കൊല്ലം ബൈപ്പാസിലിപ്പം ആകെയുള്ളൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കര കുണ്ടറ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കല്ലുംതാഴം ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആയത്തിൽ ജംഗ്ഷൻ ഭാഗത്തോട്ടും അല്ലെങ്കിൽ മേവറം ഭാഗത്തോട്ട് അല്ലെങ്കിൽ കുട്ടിയം ഭാഗത്തോട്ട് പെട്ടെന്ന് തന്നെ 6 വരി പാതയിൽ കൂടി കയറി പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അങ്ങനെ കയറി പോകാൻ പറ്റാത്തതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ ഒരു സർവീസ് റോഡ് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി ഇല്ലാത്തതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അവർ കൂടുതൽ ഓടി നേരെ ഈ മങ്ങാട് കടവൂർ പാലം കയറി ഇറങ്ങി വന്നേച്ച് പിന്നെ ഇപ്പം കടവൂർ ഭാഗത്തായിട്ട് പിന്നെ വയഡക്റ്റ് ആയിരിക്കും നിർമ്മിക്കുന്നത്. അപ്പം വയഡക്റ്റിൻ്റെ അടിയിൽ കൂടി പിന്നെ നേരെ തിരിഞ്ഞ് കയറി ഇറങ്ങി വരേണ്ടി വരും. അപ്പോൾ അതൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. നേരെ നമ്മൾ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പണികളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് ഇടത്തേ സൈഡിലായിട്ടുണ്ട്, വലത്തേ സൈഡിലായിട്ടൊരു എക്സിറ്റ് ഉണ്ട്. ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങളും മീഡിയൻ വരുന്ന ഭാഗത്തെ പണികളും പുരോഗമിക്കാനുണ്ട്. കാരണം ശിവാലയ കമ്പനിയുടെ ഒരു പ്ലാന്റ് ഇവിടെ ഇടത്തേ സൈഡിലായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ
അവർക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനും വരുന്നതിനും വേണ്ടിയിട്ടാണ് അവരോട് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. നമുക്കിപ്പം ഈ പാലത്തിൻ്റെ ഇടയ്ക്കായിട്ടുള്ള മീഡിയൻ വരുന്ന ഭാഗത്തിൻ്റെ വലതുവശത്തായിട്ടൊരു വെള്ള ലൈൻ നീളത്തിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് നമ്മുടെ പഴയ പാലത്തിൻ്റെയും പുതിയ പാലത്തിൻ്റെയും ജോയിൻ്റ് വരുന്ന ഭാഗമാണ് നമുക്ക് നീളത്തിലിങ്ങനെ വെള്ള ലൈൻ പോലെ കാണുന്നത്. വലത്തേ സൈഡിൽ ആ വെള്ള ലൈനിൻ്റെ വലതുഭാഗത്തായിട്ടുള്ള സ്ഥലം പഴയ പാലമായിരുന്നു, പഴയ കൊല്ലം ബൈപ്പാസിൻ്റെ ഭാഗമായിട്ടുള്ള പാലമാണ്. ഇടത്തേ സൈഡിൽ ആ വെള്ള ലൈനിൻ്റെ ഇടതുഭാഗത്തായിട്ടുള്ള ബാക്കി ഇത്രയും പുതിയ പാലത്തിൻ്റെ ഭാഗമാണ്. അപ്പം ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പാലത്തിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വാഹനങ്ങളൊക്കെ രണ്ട് സൈഡിലെയും 3 വരി കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. നമ്മളങ്ങനെ നേരെ മങ്ങാട് കടവൂർ പാലം കഴിഞ്ഞ് നേരെ കടവൂർ സിഗ്നൽ വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. നേരെ കടവൂർ NH 183 കടന്നു പോകുന്ന കൊല്ലം മധുര റോഡ് കടന്നു പോകുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇപ്പം കല്ലുംതാഴത്ത് വന്ന് തിരിഞ്ഞു പോകേണ്ട വാഹനങ്ങൾ ഇനി ഇതാ ഇവിടെ വരെ വന്നിട്ട് പിന്നെ ഇവിടെ വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ആദ്യത്തെ ചിലപ്പം തൂണിൻ്റെ അടിയിൽ കൂടി തന്നെ ചിലപ്പം U-ടേൺ എടുത്ത് തിരിഞ്ഞു പോകാനുള്ള ചിലപ്പം ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്, വഴി ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ മണ്ണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. നീക്കം ചെയ്ത മണ്ണ് കല്ലുംതാഴം ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഈ ഒരു ഭാഗത്തെ നിലവിലെ കാഴ്ച. ഇനി നേരത്തെ പറഞ്ഞതുപോലെ മൈലക്കാട് ഭാഗത്തായിട്ടുള്ള ആ ഒരു അവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉള്ള പണികൾ കഴിഞ്ഞിട്ട് ഇനി പൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഇനി വരത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. നമ്മൾ വീഡിയോ എടുത്ത ദിവസം ആദ്യമേ തന്നെ പറയേണ്ടതായിരുന്നു 22/4/2026 ബുധനാഴ്ച രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയ്ക്കായിട്ടുള്ള കൊടൂര് വെയിലിലെടുത്തതാണ്. ഇതാണ് കടവൂർ ഭാഗത്തായിട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. രണ്ട് സൈഡിലെയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ 6 വരിപ്പാതയിലെയും ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇതാണ് കടവൂർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പുതിയ കാഴ്ചകൾ. ഇപ്പം രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈൻ മാർക്കിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. വെള്ളയും കറുപ്പുമായിട്ടുള്ള പെയിൻ്റ് അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഒരു എൻട്രി പോയിൻ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. വലത്തേ സൈഡിലായിട്ട് നമുക്കൊരു എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ട്. അപ്പം പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ മാർക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് പിന്നെ ഈ വലത്തേ സൈഡിലായിട്ടുള്ള 3 വരിക്കായിട്ടുള്ള ഭാഗത്ത് ഇപ്പം നമ്മൾ നേരെ കടവൂർ കഴിഞ്ഞിട്ട് നീരാവിൽ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പാലത്തിൻ്റെ വലത്തേ സൈഡിലുള്ള ഒരു ഭാഗത്തെ പണികൾ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇടയ്ക്കായിട്ടൊരു വെള്ള ലൈൻ നീളത്തിൽ കാണാൻ പറ്റും. ആ ഒരു വെള്ള ലൈൻ്റെ ഇടതുഭാഗത്തായിട്ടുള്ളതാണ് പുതിയ പാലം, വലത്തേ സൈഡിലായിട്ടുള്ളത് പഴയ പാലമാണ്. ഇവിടെ വന്നപ്പം ഡ്രോൺ ഇച്ചിരി താഴ്ത്തിയും മുകളിലോട്ട് പൊക്കുകയും ചെയ്തതിൻ്റെ പ്രധാന കാരണം ഒരു പരുന്ത് ഇതിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്ന് പെട്ടെന്ന് താഴ്ത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞേച്ച് നമ്മൾ നീരാവിൽ പാലം കഴിഞ്ഞേച്ച് നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. ഇനി കുരിപ്പുഴ ഭാഗത്തോട്ട് പോവുകയാണ്. നമ്മുടെ പഴയ ടോൾ പ്ലാസ നിന്നിരുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ പണികൾ കുറേ കൂടിയൊക്കെ പുരോഗമിക്കാനുണ്ട്. അത്യാവശ്യം ഇങ്ങനെ അടിച്ചു തൂക്കി കറക്കിയിട്ടിട്ടുണ്ട്. ബട്ട് ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ലൈൻ മാർക്കിങ്ങൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറേ നാളിന് മുമ്പേ ടാർ ചെയ്ത ഭാഗമാണ് അപ്പുറത്തെ സൈഡിലായിട്ടുള്ള ഒരു കറുപ്പ്. ഇപ്പുറത്തെ സൈഡിലായിട്ടുള്ള കറുപ്പിൻ്റെ ആ ഒരു തെളിച്ചം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെയൊക്കെ പണികൾ ഇപ്പോഴാണ് പുരോഗമിച്ച് കഴിഞ്ഞത്. പിന്നെ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തായിട്ടൊക്കെയുള്ള വെള്ളം പെയിൻ്റ് അടിക്കാനുള്ള പണികളൊക്കെ ബാക്കി കിടക്കുകയാണ്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നേരത്തെ വെച്ച് കഴിഞ്ഞതാണ്. നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുമ്പം വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ കാണിച്ച് അങ്ങോട്ട് പോകുന്നുള്ളൂ. നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് വലത്തേ സൈഡിലായിട്ട് അവർ ഈ സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ അവരൊരു ഇരുമ്പിൻ്റെ വേലി വെച്ച് തുടങ്ങിയത്. അത് കുറച്ച് ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ അവർ തറയോട് വെച്ച് നിരത്തുന്ന പണികളും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് ഉള്ളത്. അണ്ടർപാസ് വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു മഞ്ഞ കളർ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളാണ് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഉള്ളത്. ഇവിടെ എന്തോ ചെറിയ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് കൊണ്ടുവരുന്ന വാഹനം ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ നേരെ വരുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെയായിരുന്നു അത് എത്തുന്നതിന് മുമ്പായിരുന്നു നമ്മുടെ ടോൾ പ്ലാസ ഉണ്ടായിരുന്നത്.
ഇനി കൊല്ലം ജില്ലയിലെ ടോൾ പ്ലാസ എന്ന് പറയുന്നത് ഒന്ന് ഓച്ചറയിലും ഒന്ന് പിന്നെ നമ്മുടെ പാരിപ്പള്ളിക്കും കല്ലുവാതുക്കലിനും ഇടയ്ക്കായിട്ടുള്ള സ്ഥലത്തായിട്ടാണ് ഉള്ളത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പം നമ്മുടെ ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്ന ഭാഗത്തായിട്ടൊരു എൻട്രി പോയിൻ്റ് അവിടെ പണിഞ്ഞ് തീർക്കാനായിട്ട് ബാക്കിയുണ്ട്. ആ ഒരു ഭാഗത്തെ പണി നോക്കിയിട്ട് അവിടെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരെ കുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടത്തെ സൈഡിലായിട്ടുള്ള ഭാഗത്തായിട്ടാണ് താഴ്ച ഉണ്ടായിരുന്ന ഒരു ഭാഗം, അവിടെ മണ്ണിട്ട് ഉയർത്തി. ഇപ്പം ലൈൻ മാർക്കിങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2 ലൈനാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം 3 ലൈൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കൊല്ലം ബൈപ്പാസിലിപ്പം പ്രധാനപ്പെട്ട 3 അടുത്തായിട്ടാണ് പണി തീരാനുള്ളത്. ഒന്ന് മേവറം ഭാഗത്തായിട്ടുള്ള പണി, പിന്നെ കല്ലുംതാഴം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തുള്ള പണി, പിന്നെ കടവൂര് ഭാഗത്തായിട്ടുള്ള വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനകത്ത് ഈ 3 എണ്ണത്തിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കല്ലുംതാഴം ഭാഗത്തെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം. അതിൻ്റെ ഒരു പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നിക്കുന്ന ഈ കൊല്ലം ബൈപ്പാസ് വഴി വലിയ വാഹനങ്ങളൊക്കെ കടത്തിവിട്ട് തുടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് കടവൂര് ഭാഗത്തൊക്കെ പിന്നെ പൈലിംഗ് വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ 2 സൈഡിലും വേണമെങ്കിൽ സർവീസ് റോഡിൽ കൂടിയൊക്കെ തന്നെ വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. മേവറം ഭാഗത്തായാലും 2 സൈഡിലും സർവീസ് റോഡിൽ കൂടി പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ടതായിട്ട് കല്ലുംതാഴം ഭാഗത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ അവിടെ കംപ്ലീറ്റ് ആയാൽ വലിയ വാഹനങ്ങൾ ഇനി ബൈപ്പാസ് വഴി കടന്നു പോകാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ കുരീപ്പുഴ കാവനാട് പാലം കയറി ഇറങ്ങി ഇനി കാവനാട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിലോട്ട് കയറുന്നതിന് മുമ്പ് ഇടത്തെ സൈഡിലായിട്ട് ഇവിടെ ഒരു എക്സിറ്റ് കൊടുക്കും, പിന്നെ വലത്തെ സൈഡിലായിട്ട് ഇവിടെ ഒരു എൻട്രി പോയിൻറ്റും ഉണ്ട്. അപ്പം ബൈപ്പാസ് വഴി വന്നിട്ട് പിന്നെ നമുക്ക് ഇടത്തെ സൈഡിലായിട്ടുള്ള ഈ ഒരു എക്സിറ്റ് എടുത്തിട്ട് വേണം പിന്നെ കൊല്ലം ഭാഗത്തോട്ട് ഇടത്തോട്ട്, പിന്നെ അണ്ടർപാസിൻ്റെ അടുത്തുനിന്ന് പിന്നെ ഇടത്തോട്ട് പിന്നെ നേരെ കൊല്ലം നഗരത്തിലോട്ടുള്ള വഴിയാണ് നേരെ അങ്ങോട്ട് പോകുന്നത്, ലെഫ്റ്റിലോട്ട് കയറി പോകുന്നത്. അപ്പം പണികൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ കാവനാട് ഭാഗത്തായിട്ടുള്ള ഈ ഒരു അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേയധികം ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലും ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, ലൈൻ മാർക്കിങ് ഫിനിഷ് ആവാനുണ്ട്, പിന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറച്ച് പെൻഡിങ്ങിൽ കിടപ്പുണ്ട്. പ്രധാനപ്പെട്ട ടാറിംഗ് വർക്കുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിനി കുറച്ചും കൂടെ ഈ ഒരു അപ്രോച്ച് റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശിവാലയ കമ്പനിയുടെ കരാറ് ഒരു എൻഡ് ഭാഗത്തായിട്ടാണ് നമ്മൾ എത്തുന്നത്. കാവനാട് മുതൽ പിന്നെ കടമ്പാട്ടുകോണം വരെയാണ് ശിവാലയ കമ്പനിയുടെ കരാറുള്ളത്. അതിൻ്റെ ഒരു എൻഡ് ഭാഗത്തായിട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എൻഡ് ഭാഗത്തായിട്ട് എത്തുമ്പോൾ നമുക്കിപ്പം വലത്തെ സൈഡിലായിട്ടുള്ള ഒരു 3 വരിക്ക് മുകളിലായിട്ട് തന്നെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ആ ബോർഡ് ഞാനിപ്പം നമ്മൾ തിരിച്ച് ഇങ്ങോട്ടുള്ള ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വിശ്വസമുദ്ര കര റേറ്റെടുത്തിരിക്കുന്ന റീച്ചിലോട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ മുതൽ പിന്നെ അങ്ങോട്ടുള്ള അപ്ഡേറ്റ് വല വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ വിശ്വസമുദ്രയുടെ അത് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ വലത്തെ സൈഡിലായിട്ടുള്ള ഭാഗത്ത് ഒരു 2ാമത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ അവിടെ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നേരെ നമ്മൾ തിരിഞ്ഞ് കാവനാട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് നോക്കുന്ന കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇവിടെ ബോർഡ് നമുക്കിങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കന്യാകുമാരിയിലോട്ടുള്ള ദൂരവും പിന്നെ കൊട്ടാരക്കരയ്ക്കുള്ള ദൂരവും പിന്നെ തിരുവനന്തപുരം ഭാഗത്തോട്ടുള്ള ദൂരവും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊല്ലം നീണ്ടകര പാലം കയറി ഇറങ്ങിയിട്ട് പിന്നെ ശിവാലയ കമ്പനിയുടെ കരാറായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തോട്ട് കയറുമ്പോൾ ഉള്ള ആദ്യത്തെ ബോർഡ് ഇതാണ്. അപ്പോൾ ഇവിടം തൊട്ടാണ് പിന്നെ നമ്മൾ നേരെ കടമ്പാട്ടുകോണം വരെയുള്ള റീച്ച് ശിവാലയ കമ്പനിയുടെ. തെക്കൻ കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചെങ്കിലും ഫാസ്റ്റായിട്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക ഒരു കമ്പനിയാണ് ശിവാലയ കമ്പനി. ബാക്കിയുള്ള ഭാഗത്തൊക്കെ പണികൾ വളരെ സ്ലോയിലാണ്. വിശ്വസമുദ്ര കമ്പനി കരാറേറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ പണികൾ അത്യാവശ്യം നല്ല സ്ലോയിലാണ്, എങ്കിലും അല്ലറ ചില്ലറയൊക്കെ പണി നടക്കുന്നുണ്ട്. നീണ്ടകര പാലത്തിൻ്റെ മുകളിലായിട്ടുള്ള ഗർഡറുകൾ വെക്കുന്ന പണി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി മുകളിലെ കോൺക്രീറ്റ് വർക്കുകളാണ് ഇനി ഫിനിഷ് ആവാനുള്ളത്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറപ്പാലത്തിൻ്റെ ദൃശ്യങ്ങൾ താണ്ട് ഇപ്പം കാണിച്ചു തരാം. ചവറപ്പാലത്തിൻ്റെ 2 തൂണുകളുടെ മുകളിലായിട്ട് തന്നെ ഇപ്പം ഗർഡറുകൾ വെക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 2 എൻഡിലുമായിട്ട് തന്നെ ഓരോ വലിയ ക്രെയിൻ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിപ്പം ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഒരു ഗർഡർ വെച്ചിട്ടുണ്ട്, 2ാമത്തെ ഗർഡർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ചവറപ്പാലത്തിലെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. ഞങ്ങൾ വീഡിയോ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. ഡ്രോൺ വീഡിയോ എടുക്കാത്തതിൻ്റെ പ്രധാന കാരണം ചൂടായതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ ഓടി വീട്ടിൽ പോവുകയാണ് ചെയ്തത്.
അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലം ബൈപ്പാസിലെയും ചവറ പാലത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.